നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിലും വലിയ മുതൽ മുടക്കില്ലാതെയും തുടങ്ങാവുന്ന ഒന്നാണ് ഹോം സ്റ്റേ. അതിഥികളിൽ നിന്ന് പണം ഈടാക്കി സ്വന്തം വീട്ടിലെ റൂമിൽ താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് ഹോം സ്റ്റേ. ഒറ്റ ദിവസത്തെ താമസത്തിന് 500 രൂപ മുതൽ 7500 രൂപ വരെ ഈടാക്കുന്ന ഹോം സ്റ്റേകൾ കേരളത്തിലുണ്ട്. വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങളിലാണ് ഹോം സ്റ്റേകൾക്ക് കൂടുതൽ സാധ്യതയുള്ളത്. ബിഗ് സ്റ്റോറി. ടൂറിസം സീസണുകളിൽ കേരളത്തിലാകമാനം ആവശ്യമുള്ളത് 18,000 മുറികളാണ്. പക്ഷേ ആകെ ലഭ്യമായിട്ടുള്ളത് 8,000 മുറികൾ മാത്രം. ഹോം സ്റ്റേകളുടെ സാധ്യത വ്യക്തമാക്കുന്ന കണക്കാണിത്. വലിയ മുതൽ മുടക്കില്ലാതെ എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു സംരംഭം കൂടിയാണ് ഹോം സ്റ്റേ. വിദേശത്തു നിന്നോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വരുന്ന വിനോദസഞ്ചാരികൾക്കോ യാത്രക്കാർക്കോ താമസിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും വീടുകളിൽ സൗകര്യം ഒരുക്കുന്നതിനെയാണ് ഹോം സ്റ്റേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ താമസിക്കുന്നവർ നൽകുന്ന പ്രതിഫലമാണ് ഹോം സ്റ്റേകളുടെ വരുമാനം. യാത്രക്കാരോ വിനോദസഞ്ചാരികളോ എത്തുന്ന പ്രദേശങ്ങളിലാണ് ഹോം സ്റ്റേക്ക് സാധ്യതയുള്ളത്. അതിഥികൾക്കായി ഒരു മുറിയെങ്കിലും നീക്കിവെക്കാവുന്നവർക്ക് ഹോം സ്റ്റേ തുടങ്ങാം. 6 മുറികൾ വരെ അതിഥികൾക്കായി ഹോം സ്റ്റേകൾക്ക് നൽകാം. വൃത്തിയുള്ള വീടും ചുറ്റുപാടും മികച്ച സൗകര്യങ്ങളും തന്നെയാണ് ഒരു ഹോം സ്റ്റേക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഹോം സ്റ്റേകൾക്ക് മാത്രമേ അംഗീകാരം ലഭിക്കൂ. വൃത്തിയും വെടിപ്പുമുള്ള ഒരു വീടായിരിക്കണം. ആ വീട്ടിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ഒരു 3-4 മുറി ഉണ്ടെങ്കിൽ 2-3 മുറി നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാം. ആ കൊടുക്കുന്ന മുറിയും ബാത്റൂമും എല്ലാം വളരെ വൃത്തിയായിരിക്കണം. പോയിട്ട് നമ്മൾ ഒരു ഹോം സ്റ്റേ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ ഹോം സ്റ്റേ അനധികൃതമാണ്. തൊട്ടടുത്ത ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും ഹോം സ്റ്റേക്കുള്ള അപേക്ഷാ ഫോം ലഭിക്കും. അത് പൂരിപ്പിച്ചു നൽകണം. അതിനു മുൻപ് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും NOC വാങ്ങണം. ഹോം സ്റ്റേകളിലെ സൗകര്യമനുസരിച്ച് ക്ലാസിഫൈ ചെയ്താണ് ടൂറിസം വകുപ്പ് ഇതിന് അംഗീകാരം നൽകുന്നത്. ഡയമണ്ട് ഹൗസ്, ഗോൾഡ് ഹൗസ്, സിൽവർ ഹൗസ് എന്നിങ്ങനെ. ഡയമണ്ട് ഹൗസിന് 3000 രൂപയാണ് ഫീസ്. ഗോൾഡ് ഹൗസിന് 2000 രൂപയും സിൽവർ ഹൗസിന് 1000 രൂപയും ഫീസായി നൽകണം. അപേക്ഷാ ഫോമിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുമുള്ള NOCയും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വയ്ക്കണം. വീടിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയും വീടിന് സമീപത്തുള്ള റോഡിന്റെ സ്കെച്ചും തയ്യാറാക്കി നൽകണം. വീടിന്റെ പ്ലാനും ഇന്റീരിയറിന്റെ ചിത്രങ്ങളും നൽകണം. അതിഥികൾക്കായി നീക്കിവെക്കുന്ന റൂമുകൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. മുറി ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം. മുറിക്ക് 120 ചതുരശ്ര അടി വിസ്തീർണവും ബാത്റൂമിന് 30 ചതുരശ്ര അടി വിസ്തീർണവും വേണം. റൂമിൽ ടെലിഫോൺ ഉണ്ടായിരിക്കണം. അതിഥികൾക്ക് കുടിക്കുന്നതിനായി മുറിയിൽ എപ്പോഴും ശുദ്ധജലം ഉറപ്പുവരുത്തണം. കുടുംബാംഗങ്ങളിൽ ഒരാളെങ്കിലും ഇംഗ്ലീഷിൽ ആശയവിനിമയത്തിന് കഴിവുള്ളവരായിരിക്കണം. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും ഹോം സ്റ്റേക്കുള്ള അനുമതി ലഭിക്കും. ഹോം സ്റ്റേയിലെ ഭക്ഷണമാണ് അതിഥികളെ ആകർഷിക്കുന്നതിനുള്ള പ്രധാന മാർഗം. ഏറ്റവും മികച്ചതും രുചികരവുമായ ഭക്ഷണം അതിഥികൾക്കായി നൽകണം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇഡലിയും സാമ്പാറും ചട്നി അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം, പുട്ട്, കടല അങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഉച്ചയ്ക്ക് എങ്ങനെ? ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, കപ്പയുണ്ടെങ്കിൽ കപ്പയൊക്കെ ഇഷ്ടമാണ്. കടൽ മീനാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ കേരള ഭക്ഷണത്തോടാണ് പ്രിയം. കേരളം നമ്മുടെ സ്റ്റൈലിലെ കറികളാണ് കൂടുതൽ ഇഷ്ടവും. ഭക്ഷണം തന്നെ അവർക്ക് ഇഷ്ടം. അംഗീകൃത ഹോം സ്റ്റേകൾക്ക് കേരള ടൂറിസം വകുപ്പിന്റെ ലോഗോ ഉപയോഗിച്ച് പ്രവർത്തിക്കാം. സംസ്ഥാന സർക്കാർ ആഗോളതലത്തിൽ ഹോം സ്റ്റേകൾക്കായി പ്രചരണം നടത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന റോഡ് ഷോകൾ വഴിയും വെബ്സൈറ്റ് വഴിയും സഞ്ചാരികളെ ഹോം സ്റ്റേയിലെത്തിക്കാൻ സർക്കാർ സഹായം നൽകുന്നു. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ച് ഹോം സ്റ്റേകൾക്ക് സ്വന്തം നിലയ്ക്കും പ്രചരണം നടത്താം. ഓൺലൈൻ തന്നെയാണ് ഹോം സ്റ്റേകളുടെ പ്രധാന പ്രചരണ മാർഗം. ഒരിക്കലെത്തുന്ന അതിഥി അടുത്ത സീസണിൽ വീണ്ടും എത്തുന്നത് ഉറപ്പാക്കണം. അതിന് സന്ദർശകർക്ക് മികച്ച സേവനങ്ങൾ തന്നെ നൽകണം. It's very interesting because it's my first time to be even in India, and my first city experience is Cochin. And I was a little bit expecting, I think usually Japanese people have the northern part of India, but it's actually quite different. I see a lot of people very energetic, and then I saw a lot of people in traditional costumes, especially women, and it was very quite interesting. And there are many things I haven't seen in Japan.
ഹോം സ്റ്റേകളിൽ നിന്നും മോശമല്ലാത്ത വരുമാനം ലഭിക്കും. ദിവസം 7,500 രൂപ വരെ ഈടാക്കുന്ന ഹോം സ്റ്റേകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മനോഹരമായ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന മികച്ച സൗകര്യങ്ങളുള്ള ഹോം സ്റ്റേകളാണ് ഈ തുക വാങ്ങുന്നത്. ചില വെല്ലുവിളികൾ കൂടി ഹോം സ്റ്റേകൾ നേരിടുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എല്ലാവരും, അതായത് കേരളത്തിൽ നിലവിൽ ഹോം സ്റ്റേക്ക് ഒരു ജിയോ ഇറങ്ങിയിട്ടില്ല, ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് എന്ന് ഹോം സ്റ്റേ എന്ന് വിവിധ വകുപ്പ് തലവന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ ഹോം സ്റ്റേകൾക്ക് വ്യവസായങ്ങൾക്ക് ബാധകമായ നികുതിയാണ് ചുമത്തുന്നത്. വാട്ടർ അതോറിറ്റി, തൊഴിൽ, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളാകട്ടെ ഹോം സ്റ്റേ വർഷം മുഴുവനും വരുമാനം ലഭിക്കുന്ന ബിസിനസ്സായി പരിഗണിച്ചാണ് നികുതി ചുമത്തുന്നത്. ഇക്കാര്യം പരിശോധിക്കുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നായ വി ഗാർഡനെ ഇപ്പോൾ നയിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്, മിഥുൻ ചിറ്റിലപ്പള്ളി. മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത് 4 വർഷം കഴിയുമ്പോൾ പിന്നിട്ട വഴികൾ ഓർക്കുകയാണ് മിഥുൻ ചിറ്റിലപ്പള്ളി. മണിയേക്കണിലേക്ക്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് വി ഗാർഡന് വലിയ മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട് മിഥുൻ ചിറ്റിലപ്പള്ളിക്ക്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് തുടർച്ചയാകാൻ മിഥുന് സാധിച്ചു. ഇതിനിടെ വി ഗാർഡിന്റെ ഓഹരി വിലയിൽ ഏതാണ്ട് 7 ഇരട്ടിയോളം വർധനയുണ്ടായി. വി ഗാർഡിന്റെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. വി ഗാർഡ് ഒരു 2009-10 ശേഷമാണ് ഇന്ത്യയുടെ ഒരു നോർത്തേൺ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യയിലേക്കൊക്കെ കടന്നു ഫോറേ നടത്തിയത്. അതിനു മുമ്പ് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രസൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വളരെ ലാർജാണ്. സൗത്ത് ഇന്ത്യയുടെ ഒരു 35-40% മാർക്കറ്റേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പക്ഷേ സൗത്ത് ഇന്ത്യയാണ് ഓൾമോസ്റ്റ് 60-67% ടേൺ ഓവർ തരുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ബാക്കിയുള്ള സംസ്ഥാനത്ത് ടേൺ ഓവർ കൂട്ടിയെടുക്കാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ മാർക്കറ്റ് കൂട്ടിയെടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ട്. വെല്ലുവിളികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ചിലവുകളൊക്കെ കൂടും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ ഒരു ഡിപ്പ് വരാം. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആയ സ്ഥിതിക്ക് കാര്യമായിട്ട് പ്രോഫിറ്റബിലിറ്റി ഒന്നും ബാധിക്കാനായിട്ട് ഞങ്ങൾക്ക് അലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ബാലൻസായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള എക്സ്പാൻഷനും ചെയ്യണം. എന്ന് വെച്ചാൽ എന്നിരുന്നാൽ തന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കും വേണം. അപ്പോൾ അതാണ് ഒരു ഓബ്വിയസ് ഇഷ്യൂ. 12ഓളം ഉൽപ്പന്നങ്ങൾ വി ഗാർഡിൻ്റെതായി വിപണിയിലുണ്ട്. അതിൽ തന്നെ പലതിലും 1ാം സ്ഥാനത്ത് വി ഗാർഡുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 കാറ്റഗറിയിൽ ഞങ്ങൾ പ്രസൻ്റാണ്. അതിലൊരു 5-6 കാറ്റഗറിയിൽ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 4 or 5 പ്ലെയേഴ്സിൽ പെടും. 2-3 കാറ്റഗറിയിൽ ടോപ്പ് 2 പ്ലെയേഴ്സായിട്ട് പെടും. പക്ഷേ അപ്പോൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇലക്ട്രിക്കലിൽ നോക്കുകയാണെങ്കിൽ വയറിങ് ആക്സസറീസിൽ ഞങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്രൊട്ടക്ഷൻ സ്വിച്ച് ഗിയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി അതിനനുബന്ധിച്ചിട്ടായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മോഡുലാർ സ്വിച്ചസ്. അപ്പോൾ അത് മേ ബി ആഫ്റ്റർ 2-3 years അത് തുടങ്ങാൻ സാധ്യതയുണ്ട്. കിച്ചൺ അപ്ലയൻസസിൽ ഇനിയും 2-3 പ്രോഡക്റ്റ് ഇറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 3 പ്രോഡക്റ്റിലുണ്ട് കിച്ചൺ കാറ്റഗറിയിൽ. ഇത് രണ്ടുമാണ് ഇനി ഇമ്മീഡിയറ്റ് പ്ലാൻസ്. കുടുംബത്തിലെ എല്ലാവരും ബിസിനസ്സുകാരാണ്. ആരാണ് ഏറ്റവും മികച്ചത്? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഈക്വലി ഗുഡ് ഓർ ഈക്വലി ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അഫ്കോഴ്സ് ഡാഡിയാണ് തുടങ്ങിയത്. അപ്പോൾ ഡാഡി തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അന്നൊരു സ്റ്റാർട്ടപ്പായിരുന്നു വി ഗാർഡ് 1977. അപ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടപ്പ്സ് പോലെ അന്ന് പ്രോത്സാഹനമൊന്നും കിട്ടാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അന്ന് മേ ബി ഹി ഹാഡ് ഗോൺ ത്രൂ എ ഡിഫറെൻറ്റ് ചാലഞ്ച്. ഞങ്ങൾ ബിസിനസ്സിൽ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ഒരുവിധം വലുതായി. ഏകദേശം 10-200 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അന്നത്തെ ചാലഞ്ച് വ്യത്യാസമാണ്. അത് എങ്ങനെ ഇതിൽ നിന്ന് നമുക്കിനി മുന്നോട്ട് പോകാമെന്നുള്ളൊരു ചാലഞ്ചാണ്. എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, എങ്ങനെ പ്രൊഫഷണലൈസ് ചെയ്യാം. അപ്പോൾ ആ ചാലഞ്ചസ് വ്യത്യാസമുണ്ട്. മദറിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആണ്. മദർ വളരെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും നന്നായി രീതിയിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മികച്ച എന്താ പറയുക, അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കാറില്ല. എല്ലാവരുടെയും എന്താ പറയുക, ടൈമിങ്, ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ടൈമിങ് വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
കേരളത്തിലെ വ്യവസായ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മിഥുൻ ചിറ്റിലപ്പള്ളി പറയുന്നു. പക്ഷേ അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പല വാഗ്ദാനങ്ങളുമായി നിക്ഷേപകരുടെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കേരളം നിക്ഷേപങ്ങൾ ആകർഷിക്കണമെന്ന് മിഥുൻ പറയുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മിഥുന്റെ നിർദ്ദേശം ഇതാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടപ്പ് കൾച്ചർ വളരെ നല്ലതാണ്. കാരണം അത് ഇന്ത്യയിലെ ഒരു ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്റ്റാർട്ടപ്പ് ഐഡിയ മാത്രം പോരാ. ഐഡിയ ഇസ് ജസ്റ്റ് സ്റ്റാർട്ട്. അത് എക്സിക്യൂട്ട് ചെയ്യണം. ആ കമ്പനി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യണം. അതിലുപരി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഇപ്പോഴും ഇന്ത്യയിലെ പല ലാർജ് സ്റ്റാർട്ടപ്പ്സ്, യൂണിക്കോൺ എന്ന് വിളിക്കുന്ന പല $1 ബില്യൺ പ്ലസ് സ്റ്റാർട്ടപ്പ്സ് ഇതുവരെ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നൊരു ശരിയായ രീതിയല്ല. അത് വെറുതെ വാല്യുവേഷൻ കിട്ടാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്യുക, അതുകൊണ്ടൊരു കാര്യമില്ല. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം ദേ ഷുഡ് സ്റ്റാർട്ട് മേക്കിംഗ് മണി. ബിക്കോസ് കമ്പനിയുടെ മൂല്യം പ്രോഫിറ്റിനാണ് ഡിസൈഡ് ചെയ്യുന്നത് കമ്പനിക്ക് എന്ത് മൂല്യം വേണം എന്നുള്ളത്, അല്ലാണ്ട് ടേൺ ഓവറും ഫണ്ടിങ്ങും അല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്റ്റാർട്ടപ്പുകൾ 1000-ൽ ഒരാളെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു ഇതും എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം റിസ്ക് എടുക്കാനായിട്ട്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ട്രെൻഡാകുന്ന പ്രകൃതി സൗഹൃദ റിസോർട്ടുകൾ. റൂമിൽ താമസിക്കുന്നതിനോട് ആൾക്കാർക്കൊരു താല്പര്യമില്ല. ദേ വോണ്ട് ടു എക്സ്പീരിയൻസ് ദ ഡെസ്റ്റിനേഷൻ.